ഇഖ്ലാസുള്ള ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിനുള്ള ചില ആദാബും മര്യാദയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ്. നമ്മളെ നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടണമെങ്കിൽ അതിലൊന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാമിലായ വുളു എടുത്തുകൊണ്ട് നിസ്കരിക്കുക. കാമിലായ വുളു എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ അദബും സുന്നത്തും പാലിക്കുക. അവസാനത്തെ ദുആ അടക്കം നടത്തി 3 വട്ടം വരച്ച് കഴുകി അങ്ങനെ വുളു എടുക്കുക. എന്നാൽ ഇഖ്ലാസ് കൂടും. ഹദീസിൽ തന്നെ കാണാം, ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് മഅ്മൂമീങ്ങളെ കൂട്ടത്തിൽ വുളു അപൂർണമായവരുണ്ടെങ്കിൽ അത് കാരണമായി ഇമാമിന് തന്നെ മറവി സംഭവിച്ചേക്കാം. കാരണം ശൈത്താൻ്റെ സാന്നിധ്യം ഉണ്ടാവും അങ്ങനത്തെ നിസ്കാരത്തിൽ. അപ്പോൾ കാമിലായ വുളു എടുക്കുക എന്നുള്ള ഒന്ന്. രണ്ടാമത്തേത്, നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ബാങ്കും ഇഖാമത്തും കൊടുത്ത് ആണുങ്ങൾ നിസ്കരിക്കുക, പെണ്ണുങ്ങൾ ഇഖാമത്ത് മാത്രം കൊടുത്ത് നിസ്കരിക്കുക. ബാങ്കും ഇഖാമത്തും കേട്ടാൽ പിശാച് വിരണ്ടോടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈത്താൻ പേടിച്ചോടും. അപ്പം ശൈത്താൻ ഓടിയാൽ നമ്മളെ നിസ്കാരത്തിന് ഇഖ്ലാസ് ഉള്ളൂ. ശൈത്താനാണ് നമ്മളെ ഇടങ്കോലിടാൻ വരുന്നത്. പിശാചിനെ വിരട്ടി വിട്ടാൽ പിന്നെ നമുക്ക് പ്രശ്നമല്ല. അപ്പം ബാങ്കും ഇഖാമത്തും കൊടുത്ത് നിസ്കരിക്കാൻ നിൽക്കുക. മൂന്നാമത്, മനസ്സും ശരീരവും എല്ലാ ശ്വാലുകളിൽ നിന്നും ഒഴിവായിട്ട് 10 പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ. മനസ്സും ശരീരവും എന്ത് ചെയ്യണം? ഫറാഗ് കിട്ടണം. ജോലികൾ ഉണ്ടാവരുത്. ഇപ്പം ഭക്ഷണം ആവശ്യമുണ്ട്, എന്നാൽ അത് കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. അല്ലെങ്കിൽ നിസ്കാരത്തിലൊക്കെ ഭക്ഷണം ഓർമ്മ വരും. അല്ലെങ്കിൽ വിസർജന ആവശ്യമുണ്ട്, എന്നാൽ അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. ഇപ്പം ഉള്ള ഒന്നുകൊണ്ടാണ് നിസ്കരിക്കണം. മുത്തറിക്കാൻ മുട്ടുണ്ടെങ്കിലും ഇനി ഒന്നെടുക്കാനാവില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ഓടിച്ചൊരു നിസ്കാരം എന്നിട്ട് വേഗം പോയി മൂത്രയിക്കുക. അപ്പം എന്തായി? ഇഖ്ലാസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ശ്വാലുകളോടുകൂടെ പോകരുത്. നാലാമത്തേത്, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലൊരു ചിന്ത വരണം, ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമായേക്കാം. ഇനി ഒരു നിസ്കാരത്തിന് എനിക്ക് അവസരമുണ്ട് എന്നൊരുറപ്പുമില്ല. അത് ശരിയുമാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇദാ സ്വല്ലൈത ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ. നീ എപ്പോൾ നിസ്കരിക്കുകയാണെങ്കിലും ഈ ലോകത്തോട് വിട ചോദിക്കുന്നവൻ്റെ മനോഭാവത്തോടെ നിസ്കരിക്കുക. നമ്മൾ യാത്ര പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച്, നമ്മൾ പുരയിൽ നിന്ന് പോകാൻ ഇനി 2 കൊല്ലം കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് വരുള്ളൂ. സൗദിക്ക് പോവാ. ആ ഇറങ്ങാൻ നേരത്തെ ഒരു 2 റക്അത്ത് സുന്നത്തുണ്ട്. അതിൻ്റെ ഫീലിംഗ് ഒന്ന് വേറെയാണ്. ഇനിയിപ്പോൾ ഈ പുരയിലൊന്നും നിസ്കരിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഞാൻ ഇറങ്ങാണ്. അല്ലെങ്കിൽ ഹജ്ജിന് പോവാണ്, പ്രായമുണ്ട്, സുഖമല്ല, ഹജ്ജ് ഇനി തിരിച്ചു വരുമോ അറിയില്ല. അപ്പോൾ പോണ സമയത്ത് ഒരു 2 റക്അത്ത് നിസ്കരിക്കുമ്പോണ്ടാണ് ഒരവസ്ഥ അല്ലേ? അതേ അവസ്ഥയാണ് ഇതാ പടച്ചോനെ, ഇതെൻ്റെ ജീവിതത്തിലെ അവസാന നിസ്കാരമായേക്കാം. സംഭവിക്കാലും എത്ര ആൾ നമ്മൾ വാർത്ത കേൾക്കുന്നുണ്ട്. അല്ലാഹു നമ്മളെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജുമുഅ കഴിഞ്ഞിറങ്ങിയതാ, മഗ്‌രിബ് നിസ്കരിച്ചിറങ്ങിയതാ, കുഴഞ്ഞു വീണ് മരിച്ചു, ഇങ്ങനൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇത് ആർക്കും വരാം. അപ്പം ഏത് നിസ്കാരത്തിൽ നിൽക്കുമ്പോഴും ഇതെൻ്റെ അവസാന നിസ്കാരമായേക്കാം എന്ന് നമ്മൾ കൽബിൽ ചിന്തിച്ചാൽ ആ നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടും. പിന്നെ 6ാമത്തെ കാര്യം, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു മറയുടെ അടുത്ത് നിൽക്കുക. ആ മറക്ക് നമ്മളെ 1 മുഴത്തിൻ്റെ 3ൽ 2 ഭാഗം ഉയരണ്ടാകുക. 1 മുഴം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3ൽ 2 ഭാഗം ഉയരണ്ടാകുക. ആ മറയോട് 3 മുഴം അടുത്ത് നിൽക്കുകയും ചെയ്യുക. നിസ്കരിക്കുന്നവൻ്റെ ഒരു 3 മുഴത്തിനെങ്കിലും അടുത്ത് നിൽക്കുക. അങ്ങനത്തെ ഒരു ബൗണ്ടറി വെക്കണം, ഒരു അതിർത്തി വെക്കണം. ആ അതിർത്തി വെക്കണം എന്തിനാ? നമ്മളെ ചിന്ത ചിതറിപ്പോകാതെ ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണ്. നമ്മളെ ചിന്ത അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങും. മറല്ലാതെ ഇങ്ങനെ നിന്നാലോ അതൊക്കെ നമ്മളെ കൽബിലേക്ക് വരും. ഇപ്പോൾ പള്ളിയിലൊക്കെ കയറി നോക്കിയാൽ കുട്ടികൾ നിൽക്കണ എങ്ങനെയാണ്? ഫുട്ബോൾ ഗ്രൗണ്ടിൽ പന്ത് കളിക്കാൻ നിൽക്കണായിരിക്കും. ഒരുത്തൻ ഹാഫ്, ഒരുത്തൻ ഫോർവേഡ്, ഒരുത്തൻ അത് അപ്പുറത്ത് ബാക്ക് നിൽക്കണ്, ഒരുത്തൻ ഗോളിയായിട്ട്, അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ കാണാം. അങ്ങനെ നിൽക്കരുത്. ഒരു മറൻ്റെ അടുത്ത്, അതൊരു മനുഷ്യനായാലും വേണ്ടില്ല. അത് നമ്മളെ ഇഖ്ലാസ് കൂടാനുള്ള മറ്റൊരു വഴിയാണ്. പിന്നെ നിസ്കാരത്തിലെ നോട്ടം അത് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ ആക്കുക. എല്ലായിടത്തും നോക്കിയാൽ ഒക്കെ നമ്മളെ കൽബിലേക്ക് വരുമല്ലോ. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവാൻ സുജൂദിൻ്റെ സ്ഥലത്തേക്ക് തന്നെ നോട്ടം പരിമിതപ്പെടുത്തുക. മറ്റൊരു കാര്യം, നമ്മൾ ചൊല്ലുന്നതും പറയുന്നതുമൊക്കെ എന്താണ് അതിൻ്റെ സാരം എന്ന് പഠിക്കുക. എന്നും ഒന്നെ നമ്മൾ ചൊല്ലണത്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ എന്താണ് ഞാൻ ഈ പടച്ചവനോട് ദ്വാരക്കണമെന്ന് എനിക്കറിയില്ലേ, പിന്നെ ഇടുന്ന ഇഖ്ലാസ് വരിക. അപ്പം നമ്മൾ എന്താ പറയണതെന്നൊന്നും കൂടി പഠിക്കാൻ അതിന് വലിയ പണിയൊന്നുമില്ല. 2 ദിവസം നിങ്ങൾ ഈ പള്ളിയിലെ ഇമാമിൻ്റെ അടുത്ത് പോയിരുന്നാൽ മതി. നമ്മളെന്തായി ഈ ഇത്തിദാലിൽ ചൊല്ലണത്, സുജൂദിൽ പറയണം, അതിൻ്റെ അർത്ഥം എന്ന് പറയും. വജ്ജത്തുവിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കല്ലേ, ഫാത്തിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കല്ലേ.
2 3 ദിവസം ഉണ്ടായ നമുക്ക് പഠിക്കാവുന്ന ഒന്നാണ്. നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹിനോട് പറയേണ്ട നിസ്കാരത്തിൽ 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഒരു ഇരുത്തുണ്ട് അല്ലേ? ആ ഇരുത്തത്തിൽ 7 കാര്യം നമ്മൾ പറയണത്. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ദുനിയാവിൽക്കും ആഖിറത്തുക്കുള്ള എല്ലാ സംഗതിയും ഉണ്ടായില്ലേ. റബ്ബിഗ്ഫിർലി, പടച്ചോനെ എന്നോട് പൊറുക്കണം. വർഹംനി, എനിക്ക് കരുണ ചെയ്യണം. വജ്ബുർനി, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം. വർഫഅനി, എനിക്ക് നീ പുരോഗതി തരണം, പ്രമോഷൻ, പഠനത്തിലും ജോലിയിലും എല്ലാം ഉദ്യോഗത്തിലൊക്കെ കയറ്റം തരണം. വർസുഖ്നി, എൻ്റെ ജീവിതോപാധിയൊക്കെ നീ പൂർത്തിയാക്കി തരണം. കുട്ടീനെ കെട്ടിക്കാനാണ്, വീടില്ല, ഒക്കെ പരിഹരിച്ചു തരണം. വഹ്ദിനി, എന്നെ നീ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണം. വആഫിനി, എൻ്റെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം തരണം. ഇപ്പം എന്താ വേണ്ട? നമ്മളിതെങ്ങനെയാ പറയാ? സുജൂദിൽ നിന്ന് എണീച്ചിട്ട് റബ്ബർ എന്നറിയും, പിന്നെ അങ്ങോട്ടൊരു പോക്കും. എന്താ പറഞ്ഞ് നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പം ഇതൊന്ന് പഠിച്ചെങ്കിലല്ലേ നമുക്കൊരു ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. പിന്നെ അവസാനമായി, ഞാൻ ഈ നിസ്കരിക്കുന്നത് ഇതാ എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ്, അവൻ എൻ്റെ മുമ്പിലുണ്ട്. നിസ്കാരം മുനാജാത്താണ്, അഭിമുഖമാണ്. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് നോക്കുന്നത്. പടച്ചോ മുന്നിലുണ്ടാകുമ്പോൾ നേരെ നോക്കുക എന്നുള്ളത് അദബുകേടാണ്. അപ്പം റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ തലയൊടിഞ്ഞ് ഒന്ന് കുനിഞ്ഞ് സുജൂദിൻ്റെ സ്ഥലത്തേക്ക് മാത്രം നോക്കുകയാണ്. നമ്മൾ ആദരിക്കപ്പെടുന്നവരെ മുമ്പിൽ അങ്ങനെയാ നിൽക്കുക. സ്വഹാബത്തിനെ സംബന്ധിച്ച് ബുഖാരി ഉദ്ധരിച്ചത് കാണാം. ലാ യഹുദ്ദൂനൻ നളറ ഇലൈഹി തഅളീമൻ ലഹു. നിബിതങ്ങളെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ അവിടത്തെ തുറിച്ച് നോക്കാറില്ല. നിബിതങ്ങളെ നേർക്ക് നേരം ഇങ്ങനെ നോക്കൂല സ്വഹാബത്ത്. അവരിങ്ങനെ താഴോട്ടു. റസൂൽ അങ്ങോട്ട് നോക്കാത്തപ്പം നോക്കി ആസ്വദിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ്, അത് അദബിൻ്റെ ഭാഗമാണ്. അപ്പം അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. പടച്ചവൻ ഇതാ എൻ്റെ മുന്നിലുണ്ടെന്ന് വിചാരിക്കുക. അൻ തഅബുദ റബ്ബക കഅന്നക തറാ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അപ്പം നമ്മൾ അള്ളാഹുവിനെ ഇങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മൾ ഇങ്ങോട്ട് കാണുന്നുണ്ട്. നമ്മളൊരു മുതലാളിൻ്റെ സാന്നിധ്യത്തിലാണ് തെങ്ങുറക്കണ നിൽക്കുക. നമ്മൾ തെങ്ങുറക്കാൻ പോയതാ. മുതലാളി അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല മട്ടത്തിലേക്കില്ല പണി അല്ലേ? നല്ല അരുമൂല്യമൊക്കെ ചെത്തി നല്ല സ്പീഡിൽ വേഗം നമ്മൾ തെങ്ങുറക്കും. ഇനി വേറെ എന്ത് ജോലിയാണെങ്കിലും അതിൻ്റെ ഉടമ കാണാനുണ്ടെങ്കിൽ ആ പണിക്കൊരു ഗുണം കൂടും. ഇതുപോലെ യജമാനനായ റബ്ബ് ഇതാ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ജോലി ശ്രദ്ധിക്കുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നീ കാണാതെ നിന്നെ നിരീക്ഷിക്കുന്നവനാണ് നിന്റെ റബ്ബ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. നമ്മളെ കട്ടുനോട്ടങ്ങളും നമ്മളെ മനസ്സിലെ വികാരങ്ങളും സവിസ്തരം അറിയുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹു ഇതൊക്കെ കാണുന്നുണ്ട് എന്ന വിചാരത്തോടെ നമുക്കൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളെ ഖൽബിലേക്ക് തഖ്വ വരിക. അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരമാകുക.